ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുമിനസ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അശ്വതി. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഒരു വലിയ കാലഘട്ടം നീണ്ട ഒരു പോരാട്ടത്തിൻ്റെ സുഖകരമായ പര്യവസാനമാണ് മന്ത്രിസഭാ യോഗത്തിലൂടെ നമുക്കുണ്ടായിട്ടുള്ളത്. കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ കാലങ്ങളായിട്ടുള്ള ഒരാവശ്യം, വളരെ ന്യായപരമായിട്ടുള്ള ഈ ആവശ്യം, പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചതിന് ശേഷവും അതിന് തത്തുല്യമായിട്ട് PSC ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി കൂട്ടാതിരുന്ന അന്യായമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുകയും അതിനെതിരെ ശക്തമായ സമര പരിപാടികളായിട്ട് നമ്മുടെ കൂട്ടായ്മ മുന്നോട്ട് പോവുകയും അത് വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന് ആദ്യമായി നന്ദി പറയുക എന്നുള്ളത് നാം ഓരോരുത്തർക്കും തന്നെയാണ്. ഈ കൂട്ടായ്മയിൽ എല്ലാവർക്കും അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും അവരുടെ രീതികൾക്കനുസരിച്ചും ഈ ഒരു പ്രവൃത്തി, സ്വപ്നതുല്യമായ ഈ ഒരു പ്രവൃത്തി പ്രയോജനത്തിൽ വരുത്തുന്നതിനുള്ള പ്രയത്നങ്ങൾ നടത്തുകയുണ്ടായി. നീണ്ട കാലത്തെ ഈ പ്രയത്നത്തിൻ്റെ ശുഭകരമായിട്ടുള്ള പര്യവസാനമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇതിന് കൂട്ടുനിന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്തായിട്ട് നമുക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ ഈ ആവശ്യത്തെ മനുഷ്യപരവും കാരുണ്യപരവുമായ അതോടൊപ്പം ന്യായപരവുമായിട്ടുള്ള ഈ ഒരു ആവശ്യത്തെ വളരെ അനുഭാവപൂർവം പരിഗണിക്കുകയും അത് മന്ത്രിസഭാ യോഗ നടപടികളിലേക്ക് എത്തിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിമാർക്കാണ്. ആ മന്ത്രിമാർക്ക് എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് മന്ത്രിസഭ തീരുമാനത്തെ വളരെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിച്ച കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ് സർ അവറുകൾക്കാണ്. അദ്ദേഹം നമ്മുടെ പരാതി പല രീതികളിലും പല നിവേദനങ്ങളിലൂടെയും നേരിട്ടും അല്ലാതെയും അദ്ദേഹത്തെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ വളരെ അനുഭാവപൂർവം പരിഗണിക്കുകയും അതിന് യുക്തമായ ഒരു മറുപടിയും നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ കേരള മുഖ്യമന്ത്രി നൽകിയുണ്ടായി. അദ്ദേഹത്തിന് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഈ ചാനലിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ഇതുകൂടാതെ നമ്മൾ തലസ്ഥാനത്ത് പോവുകയും നേരിട്ട് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും കാണുകയും അവർക്ക് നേരിട്ട് നമ്മുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനുള്ള പരിപാടികൾ നമ്മൾ നടത്തിപ്പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു പാതയാണ് നമ്മുടെ മുന്നിൽ സുഗമമായി തെളിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോട്സിലൊക്കെ പറയുന്നത് പോലെ ഒത്തുപിടിച്ചാൽ മലയും പോരും, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണിത്. ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് യത്നിച്ചവർക്ക് മാത്രമല്ല, ഈ പറയുന്ന സമൂഹത്തിൽ പിന്തള്ളപ്പെട്ട് നിൽക്കുന്ന 45 വയസ്സായിട്ടും 1-2 വയസ്സായിട്ടുള്ള ആൾക്കാർക്കും, അതോടൊപ്പം തന്നെ 1-2 പരീക്ഷകൾ കൂടി എഴുതുകയാണെങ്കിൽ ജോലി സാധ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും എല്ലാം ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയാണ്. അതുപോലെ OBC കാറ്റഗറി, SC/ST കാർക്കും അതിന് ആനുപാതികമായിട്ടുള്ള വയസ്സിളവ് പ്രഖ്യാപിച്ചതിലും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളവർക്കും അവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നു എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.